ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് മൊഡ്യൂൾ 12 കുറച്ച് കാര്യങ്ങൾ നോക്കാൻ പോവാണ്. പ്രത്യേകമായിട്ട് ടോപ്പിക്ക് അങ്ങനെ കൊടുത്തിട്ടില്ല. നമുക്കറിയാം അപ്രോച്ചസ്, അതേപോലെ തന്നെ മെത്തേഡ്സ്, ടെക്നിക്സ് ഒക്കെ പറയുന്ന ആ ഒരു കുറച്ച് ഭാഗങ്ങൾ, സജസ്റ്റോപീഡിയ അല്ലെ, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, ആ ഭാഗമാണ്. അപ്പം മൊഡ്യൂൾ 12 നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അതിന് പോകാം. അപ്പം ഫസ്റ്റ് നമുക്കതിൽ എന്തൊക്കെയാണ് അതിൽ വരുന്നതെന്ന് നോക്കാം. അതിൽ വരുന്നത് കീ കോൺസെപ്റ്റ്സ് ഇൻ ELT, ESL, EFL, മദർ ടങ് ഇൻ്റർഫറൻസ്, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്. അതിൽ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്, ഡയറക്റ്റ് മെത്തേഡ്, ഓഡിയോ വിഷ്വൽ മെത്തേഡ്, സജസ്റ്റോപീഡിയ, കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ് ആൻഡ് ലേണിംഗ് തിയറീസ്. Learning theories like behaviorism, cognitivism and constructivism. Then learner factors, teaching aids, ICT. Last one, types of tests, tools for evaluation, error analysis and remedial teaching. അപ്പോൾ നമുക്ക് ആദ്യം മുതൽ ഇങ്ങനെ പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്രോച്ചസ് അതേപോലെ മെത്തേഡ്സ്, ടെക്നിക്സ് അല്ലേ. അപ്പം അത് മൂന്നും വ്യത്യസ്തമായിട്ടുള്ള വേണം. അപ്പം എന്താണ് അപ്രോച്ചസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ നേച്ചർ ഓഫ് ദ സബ്ജക്റ്റ് മാറ്റർ ടു ബി ടോട്ട് അല്ലേ. അതായത് ഡിസ്ക്രൈബ്സ് ദ നേച്ചർ ഓഫ് ദ സബ്ജക്റ്റ് മാറ്റർ ടു ബി ടോട്ട്. അതാണ് അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നേച്ചർ ഓഫ് ദ സബ്ജക്റ്റ് മാറ്റർ, അതാണ് അപ്രോച്ചസ്. അതിൽ മേജർ അപ്രോച്ചസ് ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഇനി അതിന് വേറൊരു തരത്തിൽ നമുക്ക് ഡിഫൈൻ ചെയ്യുമ്പോൾ സെറ്റ് ഓഫ് കോറിലേറ്റീവ് അസംഷൻസ് ഡീലിംഗ് വിത്ത് ദ നേച്ചർ ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആണ്. ഇനി ദ മേജർ അപ്രോച്ചസ് ആർ ഏതൊക്കെയാണ്? സ്ട്രക്ചറൽ അപ്രോച്ച്, നോഷണൽ ഫങ്ഷണൽ അപ്രോച്ച്, കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച്, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്, ടീച്ചർ സെൻറ്റേർഡ് ആൻഡ് ലേണർ സെൻറ്റേർഡ് അപ്രോച്ച്, ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ച്. ഇതൊക്കെയാണ് മേജർ അപ്രോച്ചസ്. ഏതൊക്കെയാണ്? സ്ട്രക്ചറൽ അപ്രോച്ച് ഉണ്ട്, നോഷണൽ ഫങ്ഷണൽ അപ്രോച്ച് ഉണ്ട്, കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് ഉണ്ട്, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ഉണ്ട്, ടീച്ചർ സെൻറ്റേർഡ് ആൻഡ് ലേണർ സെൻറ്റേർഡ് അപ്രോച്ച്, ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ച്. ഇങ്ങനെ കുറച്ച് കൂടുതലെണ്ണം നമ്മൾ പറയുന്നുണ്ട്. ഇനി സ്ട്രക്ചറൽ അപ്രോച്ച് ഈസ് നോൺ ആസ്, സ്ട്രക്ചറൽ അപ്രോച്ചിന് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സ്ട്രക്ചറൽ സിറ്റുവേഷണൽ അപ്രോച്ച്, സ്ട്രക്ചറൽ ഓറൽ സിറ്റുവേഷണൽ അപ്രോച്ച്, സ്ട്രക്ചറൽ ഓറൽ സിറ്റുവേഷണൽ അപ്രോച്ച് ഓർ ഓറൽ ആൻഡ് ഓറൽ അപ്രോച്ച്, ഔറൽ ആൻഡ് ഓറൽ അപ്രോച്ച്, AURALും ORALും അല്ലേ. ഔറൽ ആൻഡ് ഓറൽ അപ്രോച്ച്. അതിന് മറ്റൊരു പേരാണ് ഓഡിയോ ലിംഗ്വൽ മെത്തേഡ്. ഓക്കെ, അപ്പം സ്ട്രക്ചറൽ അപ്രോച്ച് ഈസ് ഓൾസോ നോൺ ആസ് സ്ട്രക്ചറൽ സിറ്റുവേഷണൽ അപ്രോച്ച്, സ്ട്രക്ചറൽ ഓറൽ സിറ്റുവേഷണൽ അപ്രോച്ച് ഓർ ഓറൽ അപ്രോച്ച് ഓർ ഓഡിയോ ലിംഗ്വൽ മെത്തേഡ്. ഇനി ഒറിജിൻ ഓഫ് ദിസ് സ്ട്രക്ചറൽ അപ്രോച്ചിൻ്റെ ഒറിജിൻ. ഇറ്റ് ഹാസ് ഒറിജിനേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ. ഇത് ഒറിജിൻ ചെയ്യുന്നത് തന്നെ എപ്പോഴാണ്? സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ബേസിസിലാണ് ഈ ഒരു സ്ട്രക്ചറൽ അപ്രോച്ച് ഒറിജിൻ ചെയ്യുന്നത്. സ്ട്രക്ചറൽ അപ്രോച്ചിന് നമ്മൾ പല പേരുകളിൽ പറയുന്നുണ്ട് അല്ലേ. ഓറലും ഓഡിയോ ലിംഗ്വലും സ്ട്രക്ചറൽ സിറ്റുവേഷണലും സ്ട്രക്ചറൽ ഓറൽ സിറ്റുവേഷണലൊക്കെ ഒന്ന് തന്നെ. ഇനി വാട്ട് വാസ് ദ പർപ്പസ് ഓഫ് ദിസ് സ്ട്രക്ചറൽ അപ്രോച്ച്? ഇറ്റ് ഈസ് ഫോർ ദ ട്രെയിനിങ് ടു US Army to learn the enemy language in a short span of time. അപ്പോൾ നമ്മൾ പറഞ്ഞു സെക്കൻഡ് വേൾഡ് വാറിനോടനുബന്ധിച്ചിട്ടാണ് ഇത് ഉണ്ടാവുന്നത്. ഇറ്റ് ഈസ് ഫോർ ദ ട്രെയിനിങ് ടു US ആർമിക്ക് ഒരു ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു അപ്രോച്ചാണ് സ്ട്രക്ചറൽ അപ്രോച്ച്. ആൻഡ് ടു ലേൺ ദ എനിമി ലാംഗ്വേജ് ഇൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം, വളരെ കുറഞ്ഞ സമയത്തിൽ എനിമി ലാംഗ്വേജ് പഠിക്കാൻ. ഇനി ദ നെയിം ഓഫ് ദ ട്രെയിനിങ് പ്രോഗ്രാം. അപ്പോൾ അവിടെ ആ പഠിക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ പേര് Army Specialized Trainee Program, which is established in 1942. 1942 എസ്റ്റാബ്ലിഷ് ചെയ്ത ആർമി സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് പ്രോഗ്രാം, ദാറ്റ് ഈസ് ASTP. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? US ആർമിക്ക്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ലേൺ ദ എനിമി ലാംഗ്വേജ് ഇൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. ഇതിനാണ് സ്ട്രക്ചറൽ അപ്രോച്ചിൻ്റെ ആ ഒരു പർപ്പസ് നമ്മൾ പറയാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ,
The new branch of linguistics is known as structural linguistics. അപ്പം ഇത്തരത്തിലുണ്ടായ ഒരു ബ്രാഞ്ച് ഓഫ് ലിംഗ്വിസ്റ്റിക്സിന് നമ്മൾ പറയുന്ന പേരാണ് സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടീച്ചിങ് ഓഫ് സ്ട്രക്ചറൽ വേർഡ്സ് ആൻഡ് സെൻറ്റൻസസ് പാറ്റേൺസ്. The teaching of structural words and sentence patterns written by A.S. Hornby. The teaching of structural words and sentence pattern എന്ന് എഴുതിയത് written by A.S. Hornby. The teaching of structural words and sentence pattern written by ആരാണ്? A.S. Hornby. അടുത്ത ക്വസ്റ്റ്യൻ, the notional functional approach has its evolved in dash context, നോൺ സ്കൂൾ കോണ്ടെക്സ്റ്റ്. ഈ നോഷണൽ ഫങ്ഷണൽ അപ്രോച്ച് ഇവോൾവ് ചെയ്യുന്നത് നോൺ സ്കൂൾ കോണ്ടെക്സ്റ്റ്, സ്കൂൾ ആവശ്യത്തിനല്ല, ഫോർമൽ ആവശ്യത്തിനല്ല. ഇനി ഇൻ സ്ട്രക്ചറൽ അപ്രോച്ച് ഇമ്പോർട്ടൻസ് ഗിവൺ ടു ഫോം. സ്ട്രക്ചറൽ അപ്രോച്ചിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നോട്ട് ഫോർ ഫങ്ഷൻ ബട്ട് ഫോർ ഫോം. എന്താണ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൃത്യമായിട്ടുള്ള ഫോം ഉണ്ടായിരിക്കണം അല്ലേ. ഇനി ദ നോഷണൽ ഫങ്ഷണൽ അപ്രോച്ച് ഇമ്പോർട്ടൻസ് ഗിവൺ ടു ഡാഷ്. അപ്പോൾ നോഷണൽ ഫങ്ഷണൽ എന്ന് പറയുമ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫങ്ഷനാണ്. നമ്മൾ പറയും നോൺ സ്കൂൾ കോണ്ടെക്സ്റ്റിലാണ് പല വിധ സിറ്റുവേഷൻസിൽ സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ഇതിൽ ഫങ്ഷനാണ് ഇമ്പോർട്ടൻസ്. അത് നോഷണൽ ഫങ്ഷണൽ ഇസ് എൻ നോൺ സ്കൂൾ കോണ്ടെക്സ്റ്റിൽ ഇവോൾവ് ചെയ്യുന്നതാണ്. നോഷണൽ ഫങ്ഷണൽ അപ്രോച്ചിൽ ഇമ്പോർട്ടൻസ് ഗിവൺ ടു ഫങ്ഷൻ. നെക്സ്റ്റ്, ചീഫ് എക്സ്പോണൻ്റ് ഓഫ് നോഷണൽ സിലബസ്. ചീഫ് എക്സ്പോണൻ്റ് ഓഫ് നോഷണൽ സിലബസ് D.A. വിൽക്കിൻസ്. ചീഫ് എക്സ്പോണൻ്റ് ഓഫ് നോഷണൽ സിലബസ് D.A. വിൽക്കിൻസ്. D.A. വിൽക്കിൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നോഷണൽ ഫങ്ഷണൽ സിലബസ് ഈസ് ബേസ്ഡ് ഓൺ ഡാഷ് റാദർ ദാൻ ഡാഷ് meaning rather than structure or grammar. The notional functional syllabus is based on meaning rather than structure or grammar. അത് നമ്മൾ പറഞ്ഞു നോൺ സ്കൂൾ കോണ്ടെക്സ്റ്റിലാണ്. അപ്പോൾ ദർ ഈസ് നോ നീഡ് ഓഫ് സ്ട്രക്ചർ ഓർ ഗ്രാമർ അല്ലേ, നമുക്ക് മീനിങ് കാര്യം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ മീനിങ് റാദർ ദാൻ സ്ട്രക്ചർ ഓർ ഗ്രാമർ. ഇനി ഹൂ സേസ് റൂൾസ് ഓഫ് ഗ്രാമർ ആർ യൂസ്ലെസ് വിത്തൗട്ട് ദ റൂൾസ് ഓഫ് യൂസ്. ഹൂ സേസ് റൂൾസ് ഓഫ് ഗ്രാമർ ആർ യൂസ്ലെസ്. അതായത് ഗ്രാമറിൻ്റെ റൂൾസ് യൂസ്ലെസ് ആണ്. എങ്ങനെയാണെങ്കിൽ വിത്തൗട്ട് ദ റൂൾസ് ഓഫ് യൂസ് അല്ലേ, വിത്തൗട്ട് ദ റൂൾസ് ഓഫ് യൂസ്. ആ റൂൾസിന് യാതൊരു യൂസും ഇല്ലെങ്കിൽ റൂൾസ് ഓഫ് ഗ്രാമർ ആർ യൂസ്ലെസ്. ഇത് പറഞ്ഞത് ഡെൽ ഹാത്താവേ ഹിംസ്. ഡെൽ ഹാത്തവേ ഹിംസ് ആണ്. ഡെൽ ഹാത്തവേ ഹിംസ് ആണ് ഇങ്ങനെ പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി എയിം ഓഫ് കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച്? വാട്ട് ഈസ് ദി എയിം ഓഫ് കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച്? കമ്മ്യൂണിക്കേറ്റീവ് കോമ്പിറ്റൻസ്. കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ചിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റീവ് കോമ്പിറ്റൻസ് ആണ്. വാട്ട് ഈസ് ദി എയിം ഓഫ് കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച്? ഇറ്റ് ഈസ് ഫോർ കമ്മ്യൂണിക്കേറ്റീവ് കോമ്പിറ്റൻസ്. Next question, the role of teacher in communicative language teaching. The role of teacher in communicative language teaching. A teacher work as a facilitator and advisor, acts as an advisor, monitor and communicator and co-communicator. അപ്പം റോൾ ഓഫ് ടീച്ചർ ഇൻ കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് എന്ന് പറയുമ്പം ഫെസിലിറ്റേറ്ററായിട്ട് നിൽക്കുന്നു, ഒരു അഡ്വൈസറായിട്ട്, മോണിറ്ററായിട്ട് ആൻഡ് കോ കമ്മ്യൂണിക്കേറ്റർ. ഫെസിലിറ്റേറ്റർ, അഡ്വൈസർ, മോണിറ്റർ ഓർ കോ കമ്മ്യൂണിക്കേറ്റർ, ഇതിലേത് വേണമെങ്കിലും പറയാം. ഇനി അടുത്ത ചോദ്യം, കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് ഈസ് ഓൾസോ നോൺ ആസ്. കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് ഈസ് ഓൾസോ നോൺ ആസ് ലേണർ സെൻറ്റേർഡ് അപ്രോച്ച്. കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് ഈസ് ഓൾസോ നോൺ ആസ് ലേണർ സെൻറ്റേർഡ്. കാരണം കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് ആരാണ്? സ്റ്റുഡൻസ് ആണ്. ടീച്ചർ ആസ് എ ഫെസിലിറ്റേറ്റർ. അപ്പം ലേണർ സെൻറ്റേർഡ് അപ്രോച്ച് എന്നാണ് കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ചിനെ പറയുന്ന പേര് ലേണർ സെൻറ്റേർഡ് അപ്രോച്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടെക്നിക് യൂസ്ഡ് ഇൻ ദ കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് ആർ. കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ചിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ലാംഗ്വേജ് ഗെയിംസ് ഉണ്ടായിരിക്കും, റോൾ പ്ലേ, പിക്ചർ സ്ട്രിപ്പ് സ്റ്റോറി എക്സെട്ര. ലാംഗ്വേജ് ഗെയിംസും റോൾ പ്ലേയും പിക്ചർ സ്ട്രിപ്പ് സ്റ്റോറി ഇതൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ചിൽ യൂസ് ചെയ്യുന്ന techniques. Next question, which are the constituents of humanistic approach? Which are the constituents of humanistic approach? Humanistic approachലാണ് നമുക്ക് പഠിക്കാനുള്ള കുറേ കാര്യങ്ങൾ വരുന്നത്. അത് നമുക്ക് നോക്കാം. ഒന്ന് സജസ്റ്റോപീഡിയ which was developed by Georgi Lasamour. Developed Bulgarian psychologist ആണ്. Developed by Georgi Lasamour. The Silent Way,
കലബ് ഗെറ്റ് ഗോ സൈലൻ്റ് ആകുമ്പോൾ കാമല്ല. അപ്പോൾ കലബ് ഗെറ്റ് ഗോ. ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് ജെയിംസ് ആഷർ. ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് TPR ജെയിംസ് ആഷർ. ആഷറിൽ TPR അല്ലേ. TPR ജെയിംസ് ആഷർ. കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ലേണിംഗ് AC കുറാൻ. കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ലേണിംഗ് AC കുറാൻ. Community language learning AC Quran. The natural approach Stephen Krashen. The natural approach Stephen Krashen. ഇനി സജസ്റ്റോപീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സജസ്റ്റോപീഡിയ ഓൾസോ നോൺ ആസ് സജസ്റ്റോപീഡി ആൻഡ് സജസ്റ്റോളജി. സജസ്റ്റോപീഡിയ ഓൾസോ നോൺ ആസ് സജസ്റ്റോപീഡി ആൻഡ് സജസ്റ്റോളജി. ഇനി വാട്ട് ഈസ് സജസ്റ്റോപീഡിയ? Suggestopedia is the pedagogic application of suggestions to create pleasant willingness of the students to study. Suggestopedia is the pedagogic application of suggestions. സജഷൻ്റെ ഒരു പെഡഗോഗിക് ആപ്ലിക്കേഷനാണ് സജസ്റ്റോപീഡിയ. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ക്രിയേറ്റ് പ്ലസൻറ്റ് വില്ലിങ്നെസ് ഓഫ് ദ സ്റ്റുഡൻസ് ടു സ്റ്റഡി. To create pleasant willingness of the students to study. ഇനി what does the term infantilization? ഇതിൽ മെയിനായിട്ട് അഡൽട്ട് സ്റ്റഡിയാണ് നടക്കുന്നത് അല്ലേ. അപ്പം ഇവർക്ക് സാധാരണ വലിയ ആളുകൾക്ക് എന്തുണ്ടായിരിക്കും, പഠിക്കാനൊക്കെ ഒരു പേടിയൊക്കെ ഉണ്ട്. അത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇതെന്നാൽ ബ്രിങ്ങിങ് ദ അഡൾട്ട്സ് ഇൻ ടു ദ ഇമോഷണൽ സ്റ്റേറ്റ് ഓഫ് ചിൽഡ്രൻ. അഡൾട്ട്സിനെ ചിൽഡ്രൻ്റെ ഇമോഷണൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ദസ് ദ ലാംഗ്വേജ് സ്റ്റഡി വിൽ ബി ഈസി. ഇനി അടുത്തത് പറഞ്ഞ ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് ആണ്. നെക്സ്റ്റ് പറയുന്ന ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് ആണ്. എന്താണ് ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ്? TPR നമ്മൾ പറഞ്ഞു, ജെയിംസ് ആഷർ ആണ്. ദിസ് മെത്തേഡ് അറ്റംപ്റ്റ്സ് ടു ടീച്ച് ഇംഗ്ലീഷ്. ത്രൂ ഫിസിക്കൽ ആക്ടിവിറ്റി. ദാറ്റ് ഈസ് ഫിസിക്കൽ റെസ്പോൺസ്. ഫിസിക്കൽ ആക്ടിവിറ്റി ബൈ അക്കമ്പനിയിങ് അപ്രോപ്രിയേറ്റ് ആക്ഷൻ വിത്ത് സ്പീച്ച്. ദിസ് മെത്തേഡ് attempts to teach English through physical activity. ഫിസിക്കൽ ആക്ടിവിറ്റിയിലൂടെ ബൈ അക്കമ്പനിങ് അപ്രോപ്രിയേറ്റ് ആക്ഷൻ വിത്ത് സ്പീച്ച്. വേണ്ട രീതിയിലുള്ള ആക്ഷൻസ് സംസാരിക്കുമ്പോൾ ആക്ഷൻസ് കാട്ടിക്കൊണ്ടിട്ട് സംസാരിക്കുക. നെക്സ്റ്റ്, വിച്ച് ഈസ് ദ ഫോക്കസ് ഏരിയ ഓഫ് TPR ലിസണിങ് കോംപ്രഹെൻഷൻ ആണ്. വാട്ട് ഈസ് ദ ഫോക്കസ് ഏരിയ ഓഫ് TPR? ലിസണിങ് കോംപ്രഹെൻഷൻ ആണ് ഫോക്കസ് ഏരിയ. ലിസണിങ് കോംപ്രഹെൻഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ജെയിംസ് ആഷർ, ലാംഗ്വേജ് ലേണിംഗ് വിൽ ബി ഈസി ഇഫ് ഇറ്റ് ഈസ് അക്വയർഡ് ത്രൂ ഡാഷ് ഗെയിം ലൈക്ക് വേ. അക്കോർഡിംഗ് ടു ജെയിംസ് ആഷർ, ലാംഗ്വേജ് ലേണിംഗ് വിൽ ബി ഈസി ഇഫ് ഇറ്റ് ഈസ് അക്വയർഡ് ത്രൂ ഗെയിം ലൈക്ക് വേ. ഏത് അതായത് ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസിൽ നമ്മൾ പറഞ്ഞു ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. അപ്പം അത് അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ജെയിംസ് ആഷർ പറയുന്ന ഗെയിം ലൈക്ക് വേയിലൂടെ പഠിച്ചാൽ ഈസി ആയിരിക്കും. ഇൻ TPR സ്റ്റുഡൻസ് ലേൺ ബെസ്റ്റ് ബൈ ഡൂയിങ്. TPRൽ ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് നമ്മൾ പറഞ്ഞാൽ ഫിസിക്കൽ ആക്ടിവിറ്റിക്കാണ് ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് ലേൺ ബെസ്റ്റ് ബൈ ഡൂയിങ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ജെയിംസ് ആഷർ, ഹൗ എ ചൈൽഡ് ലേൺസ് ഇറ്റ്സ് മദർ ടങ് ക്യാൻ ബി അപ്ലൈഡ് ടു ലേണിംഗ് എ സെക്കൻഡ് ലാംഗ്വേജ് ഓൾസോ. The silent way. According to James Asher, how a child learns according to James Asher, how a child learns its mother tongue can be applied to learning a second language also. അപ്പോൾ ജെയിംസ് ആഷർ പറയുന്നത് എങ്ങനെയാണോ ഒരു കുട്ടി തൻ്റെ മദർ ടങ് പഠിക്കുന്നത് സെയിം മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അവന് സെക്കൻഡ് ലാംഗ്വേജ് അതേപോലെ പഠിക്കാൻ എളുപ്പമായിരിക്കും എന്നാണ് പറഞ്ഞത്. ഇനി നമ്മൾ സൈലൻറ്റ് വേനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സൈലൻറ്റ് വേ ഞാൻ പറഞ്ഞു സൈലൻറ്റ് കാമാണ്, അതായത് കാലബ് ഗെറ്റ് ഗോ ആണ്. ക്വസ്റ്റ്യൻ, ദ സെൻട്രൽ പോയിന്റ് ഓഫ് ദ സെൻട്രൽ പോയിന്റ് ഓഫ് സൈലൻറ്റ് വേ എന്താണ്? ടീച്ചിങ് ഷുഡ് ബി സബോർഡിനേറ്റഡ് ടു ലേണിംഗ്. ടീച്ചർ ഹാവിങ് വെരി ലിറ്റിൽ ടു സ്പീക്ക്. ടീച്ചിങ് ഷുഡ് ബി സബോർഡിനേറ്റഡ് ടു ലേണിംഗ് ആണ് സൈലൻറ്റ് വേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതിൽ പറയുന്നത് ദ സെൻട്രൽ പോയിന്റ് ഓഫ് സൈലൻറ്റ് വേ ടീച്ചിങ് ഷുഡ് ബി സബോർഡിനേറ്റഡ് ടു ലേണിംഗ്. ടീച്ചർ ഹാവിങ് വെരി ലിറ്റിൽ ടു സ്പീക്ക് ആണ്.
ഓക്കെ. അപ്പം ത്രോ ദ ലേണർ ഓൺ ഹിംസെൽഫ് ഇങ്ങനെ പറഞ്ഞത് കാലബ് ഗെറ്റൻഗോ ആണ്. അല്ലെ അദ്ദേഹം പറഞ്ഞത് ത്രോ ദ ലേണർ ഓൺ ഹിംസെൽഫ് അല്ലെ, കുട്ടികളെ അവന് തന്നെ എറിഞ്ഞു കൊടുക്കുക. ദ സ്റ്റുഡൻറ്റ് ഈസ് ലെഫ്റ്റ് ടു ഹിംസെൽഫ് അഡ്മിറ്റിംഗ് ഹിസ് കപ്പാസിറ്റി ടു ലേൺ ബൈ ഹിംസെൽഫ്. അതായത് കുട്ടികളെ സ്വയം പഠിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുക, അവന് അവൻ്റേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ആര് പറഞ്ഞത്, കാലബ് ഗെറ്റൻഗോ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സൈലൻറ്റ് വേ ആണ്. ഇത് ഇത്രയും കുറച്ച് സ്പീഡായിട്ടുണ്ടെന്ന് അറിയാം, പക്ഷേ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും സ്പീഡിൽ പോയത്. പക്ഷേ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കുക, നന്നായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് എല്ലാ ഭാഗങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഭാഗമായിട്ട് വീണ്ടും വരാം.